ഗുഡ് മോർണിംഗ്. രജിത ബാലു ആണേ. ഇന്ന് ഞാനും ബാലും കൂടെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലുള്ള ചില വിഭവങ്ങളൊക്കെ വിളവെടുക്കായിരുന്നു. ആ കൂട്ടത്തിലെ നമ്മുടെ കറിവേപ്പിൻ്റെ കുറച്ച് തണ്ടുകളും ഒടിച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള വേപ്പിലേക്ക് വേണ്ടിയിട്ട്. അങ്ങനെ വേപ്പില കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം. നല്ല വേപ്പിലയാണ് നമ്മുടെ തോട്ടത്തിലുള്ളതേ. നമ്മുടെ പാലക്കാടൻ അഗ്രഹാരങ്ങളിലെ സ്ഥിരം വിഭവമായ വേപ്പില കട്ടി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. ഞാൻ കഴിച്ചിട്ടുണ്ട്, നമ്മുടെ കൊളീഗ്സൊക്കെ ഉച്ചഭക്ഷണത്തോടൊപ്പം കൊണ്ടുവരുമല്ലോ, അങ്ങനെ കഴിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ കൈകൊണ്ട് സ്വന്തമായിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോഴേ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. എന്തായാലും ഇതൊരു ട്യൂട്ടോറിയൽ പോലെയല്ല കേട്ടോ ഞാൻ ചെയ്യണത്, അതുകൊണ്ട് തന്നെ അളവുകളൊന്നും പറയണില്ല. ദാ വേപ്പില കട്ടിയാണ് ഞാൻ കാണിച്ചു തന്നത്. ഇതുപോലെ നമ്മൾ സാധാരണ ചമ്മന്തിപ്പൊടിയൊക്കെ പൊടിക്കുമല്ലോ എന്നതുപോലെ തന്നെയാണ് കുഞ്ഞു കുഞ്ഞു ചില സാധനങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പോഴേ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വേപ്പില, അതുപോലെ വറ്റൽമുളക്, പരിപ്പ്, ഉഴുന്ന് ഇതൊക്കെ ഞാൻ കഴുകി ഉണക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് തേങ്ങ വേണം. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് ഇതിൽ ചേർക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ചെറുനാരകത്തിൻ്റെ ഇലയുണ്ടല്ലോ, ഇലയുടെ കുഞ്ഞു കുഞ്ഞു പീസ് ഒരു 4-5 കഷ്ണം ചേർക്കാറുണ്ട്. എൻ്റെ അടുത്ത് നാരകത്തിൻ്റെ ചെടിയില്ല, അതുകൊണ്ടേ നമ്മുടെ നല്ല പച്ച കളറിലുണ്ടായിരുന്ന ഒരു ചെറുനാരങ്ങ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ കുഞ്ഞു 2 പോർഷൻ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, കാരണം ഇതിനൊരു സ്പെഷ്യൽ ഫ്ലേവർ കൊടുക്കുന്നത് അതാന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. അതിനായിട്ട് സ്റ്റൗ ഓണാക്കി ഞാനൊരു പാത്രം വെച്ചു. പാത്രം ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉള്ളിയും 4-5 വെളുത്തുള്ളി അല്ലിയും 1 ഇഞ്ച് കഷ്ണത്തിലുള്ള ഇഞ്ചി കഷ്ണങ്ങളാക്കി എടുത്തതും ഒക്കെ കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ശരിക്കും വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം നമ്മൾ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പാണ് ഇടേണ്ടത്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോഴേ കുറച്ചധികം നാളായി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്, അതുകൊണ്ട് ആ ഓർഡർ ഒന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ, ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ ബാക്കി കരുതി വെച്ചിട്ടുള്ള എല്ലാം കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ആദ്യം ഒന്ന് വറക്കാനിടുക. അതിനുശേഷം ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇടുക. പിന്നെ തേങ്ങ, അതുപോലെ തന്നെ വറ്റൽമുളക്, നമ്മുടെ വേപ്പിൻ്റെ ഇല എല്ലാം കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ നമുക്ക് ഇത് നല്ല ബ്രൗൺ കളറ് ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇതിൽ നമ്മൾ നാരങ്ങയുടെ തോലും ചേർത്തിട്ടുണ്ട്. ഇലയാണ് വേണ്ടത്, ഇലയില്ലാത്ത പക്ഷം തോല് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും നമ്മുടെ അടുക്കളയിലൊക്കെ. അങ്ങനെ ഇതിൻ്റെ വറവ് കറക്റ്റ് ആവണ സമയത്ത്, എന്തായാലും നമ്മൾ ഉരുളിയാണ് വെച്ചിട്ടുള്ളത്, നല്ല ചൂടുണ്ട്. അപ്പോൾ ഏകദേശം വറവ് സെറ്റ് ആവണ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തോളം, നമ്മൾ എടുത്തിട്ടുള്ള സാധനങ്ങളുടെ വലുപ്പം അനുസരിച്ച് വേണം പുളി എടുക്കാനായിട്ട്. ഞാനൊരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്, കുരുയില്ലാത്ത കോൽപ്പുളി. അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് പിച്ചിയെടുക്കുക. അതും കൂടെ നമുക്ക് ഈ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമ്മുടെ ഈ വറവ് കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അതും കൂടെ ചേർത്ത് ഒന്ന് വറക്കുക. ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 1-2 കൂട്ടങ്ങളും കൂടെ ചേർക്കാനുണ്ട്. വളരെ അല്പം ജീരകം ചേർക്കുക. അതുപോലെ തന്നെ ഒരു 10-15 കുരുമുളക് മുഴുവനോടെ ഉള്ളതാണെങ്കിൽ ചേർക്കുക. ഇല്ലെങ്കിൽ വളരെ ചെറിയ അളവിൽ കുരുമുളക് പൊടി ചേർക്കുക. അതുപോലെ തന്നെ കായം പൊടി ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. നന്നായിട്ട് ഒന്ന് ഇത് ആറുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായി ആറുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം വറ്റൽമുളക് ഞാൻ ആ ഒരു ഞെട്ടോട് കൂടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഞെട്ടുകളൊക്കെ ഒന്ന് കളയുക. എന്നിട്ട് നമുക്ക് സാധാരണ പൊടിക്കണ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക. തരുതരിപ്പായിട്ടാണ് നമുക്കിത് പൊടിഞ്ഞ് കിട്ടേണ്ടത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇതൊക്കെ ഒന്ന് വറുത്തെടുത്തത്. വെളിച്ചെണ്ണ ഇല്ലാതെയും നമുക്ക് ഇത് വറുത്ത് പൊടിച്ചു വെക്കാം. ഏറെ കാലം നമുക്കിത് സൂക്ഷിക്കാം, ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിലും വെക്കാതെ ആണെങ്കിലും. പക്ഷേ ഇതിൻ്റെ ഗുഡൻസ് ഉണ്ടല്ലോ, അത് അറിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. കാരണം ഇതൊരു ഭക്ഷണം എന്നതിലൊക്കെ ഉപരി, സാധാരണ നമ്മൾ അഗ്രഹാരത്തിലൊക്കെ അവർ തൈര് ചേർത്തിട്ടാണ് ഇത് കഴിക്കാറുള്ളത്. നമ്മുടെ ശോധനയ്ക്ക് ഇതിനോളം എന്താ പറയുക, ഹെൽപ്പ് ചെയ്യണ മറ്റൊരു വസ്തു ഇല്ലയെന്ന് തന്നെ പറയാം കേട്ടോ. കാരണം അത്രയും എന്താ പറയുക, എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് ഞാൻ പറയണതാണ്. എത്ര കെട്ടിക്കിടക്കണ മലമാണെങ്കിലും അല്ലെങ്കിൽ മലബന്ധം കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടാണെങ്കിലും അതിന് വലിയൊരു റിലീഫാണ് ഇത് കഴിക്കുക എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഭക്ഷണത്തോടൊപ്പം, ചോറിനോടൊപ്പം, കഞ്ഞിയോടൊപ്പം ഒക്കെ നമുക്ക് ഇത് കഴിക്കാം. മറ്റു കറികളുടെ ഒക്കെ ഒപ്പം ചേർത്ത് നമുക്കിത് കഴിക്കാം.
അപ്പോഴേ ഇതിൻ്റെ മറ്റു ഗുണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പ്രതിരോധശേഷി വീണ്ടെടുക്കാനായിട്ട് പറ്റും. അതുപോലെ അസിഡിറ്റി കൊണ്ട് വലയുന്നവരാണോ നമ്മൾ, കൊളസ്ട്രോൾ കൊണ്ട് വലയുന്നവരാണോ നമ്മൾ, അതുപോലെ ഓവറായിട്ടുള്ള തടിയുണ്ടോ, അതിനൊക്കെ ശാശ്വത പരിഹാരമാണ് ഈ ഒരു ഒറ്റ റെസിപ്പി എന്ന് പറയുന്നത്. അറിയാലോ കറിവേപ്പിൻ്റെ ഇലയ്ക്കുള്ള ഗുണങ്ങൾ, ജീരകത്തിൻ്റെ ഗുണങ്ങൾ, അതുപോലെ ഓരോന്നിനും സ്പെഷ്യൽ ഗുണങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ചേരുമ്പോൾ എന്തായാലും ഏറ്റവും ആദ്യം തന്നെ ഞാൻ പറയാണ്, നമ്മുടെ മലബന്ധം മാറാൻ ഇതിനോളം പോകുന്ന മറ്റൊരു മെഡിസിൻ ഇല്ല. അപ്പം നമുക്ക് ഒരേ സമയം ഇത് ഭക്ഷണവുമാണ്, അതേസമയം അത് ഒരു മെഡിസിനും കൂടിയാണ്. നമ്മൾ പണ്ടുള്ളവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ഇപ്പോഴും വാതോരാതെ സംസാരിക്കും അല്ലേ. പക്ഷേ അവരുടെയൊക്കെ രഹസ്യങ്ങൾ ഒരു പക്ഷേ ഇതുപോലെയുള്ള കൂട്ടുകളൊക്കെ ആയിരുന്നു അന്ന് നല്ലൊരു പനിയൊക്കെ വന്നതിന് ശേഷം നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഇതുപോലെയുള്ള ചമ്മന്തിപ്പൊടികളൊക്കെ ആയിരിക്കും നമ്മുടെ നാവിൻ്റെ ആ ഒരു രുചി തിരിച്ചെടുക്കാനായിട്ടും നമുക്കൊന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് വരാനൊക്കെ ആയിട്ട് ഉണ്ടാക്കി തരാറുള്ളത് അല്ലേ. എന്നതുപോലെ ആ ഒരു എനിക്ക് കിട്ടിയ ഒരു ഗുണം എന്താ പറയുക, നമ്മുടെ ബോഡി തന്നെ ഒന്ന് ലൂസായ പോലെ നമുക്ക് വളരെ കംഫർട്ടായ ഒരു രീതിയിലേക്ക് മടങ്ങി വരും. വളരെ എന്താ പറയുക, വയറൊക്കെ നല്ല സുഖമായിരിക്കും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്തത്. പിന്നെ ഒത്തിരി അധികം നാളായിട്ടുണ്ടേ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും ഇത് ജസ്റ്റ് ഞാനൊന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചു, പറ്റുകയാണെങ്കിൽ പോസ്റ്റ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട്. എന്തായാലും ആ ഒരു ബ്രേക്ക് ഒന്ന് അവസാനിപ്പിക്കണമല്ലോ നമുക്ക്. ഞാൻ വീഡിയോസ് ഇടാതിരുന്നത് മോൻ ലീവിന് വന്നിരുന്നു, പിന്നെ മോൻ്റെ വിവാഹ നിശ്ചയമായിരുന്നു, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു തിരക്കൊക്കെ ആയിരുന്നു. മോൻ പോയി ഇന്നലെ വണ്ടി കയറി. അപ്പോൾ പിന്നെ കുറേശ്ശെ വീഡിയോയിലേക്ക് മടങ്ങാമെന്ന് ഞാൻ വിചാരിക്കണം. പിന്നെ എനിക്കൊരു വിഷമുള്ളതേ, നമ്മുടെ ഗാർഡൻ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോൾ ഞാൻ ഗാർഡൻ വീഡിയോസാണ് അധികം ഇട്ടിരുന്നത്. അതിൽ ഓർക്കിഡ് ലവേഴ്സ് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സായിട്ട് വന്നു. എന്നിരുന്നാലും ലാസ്റ്റ് ഇടുന്ന വീഡിയോസിനൊന്നും എനിക്ക് വ്യൂസ് വളരെ കുറവായിരുന്നു. മോഹനേട്ടൻ ഇത്രയും വിലപിടിപ്പുള്ള അറിവുകൾ, അല്ലെങ്കിൽ ഇത്രയും തിരക്കുള്ള മനുഷ്യൻ്റെ സമയം കൂടെ എടുത്തിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നത്. അതിനൊക്കെ വ്യൂസ് കുറയാന്ന് പറഞ്ഞാലേ സങ്കടമുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ള മൂഡ് പോലും എൻ്റെ പോയി എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിലൂടെ വേണം എനിക്കറിയാൻ, നിങ്ങളുടെ കമൻറ്റിലൂടെ വേണം എനിക്കറിയാൻ എനിക്ക് ഇനി എത്തരത്തിലുള്ള വീഡിയോസ് ഇടണം, മറ്റു വീഡിയോസ് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് വേണ്ടത് എന്നൊക്കെ ഇതിലൂടെ കമൻ്റ് ഇടാണെങ്കിൽ തീർച്ചയായും ഞാൻ അടുത്ത വീഡിയോകളിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള വീഡിയോകളിലൂടെ വീണ്ടും തിരിച്ചു വരാം എന്നുകൂടെ ഉറപ്പ് നൽകാണ്. അപ്പോഴേ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.